ഈഴവ സമുദായം എന്തായാലും ശരി ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒരു ശരിക്കും പറഞ്ഞ ഒരു ആഹ്വാനം ഉൾക്കൊണ്ടുവന്ന് ഞാൻ പറയാം. ബിസിനസ്സിലേക്ക് മുന്നേറി വന്നത് ഈഴവ സമുദായമാണ്. ഇന്ന് നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ഹിന്ദുക്കളായിട്ടുള്ള ബിസിനസ്സുകാരിൽ ഏറ്റവും ശക്തരും സമ്പന്നരും ഏറ്റവും കൂടുതൽ ബിസിനസ്സുകാരുള്ളത് ഈഴവ സമുദായത്തിലാണ്. അന്ന് കൊടുത്ത ഒരു ഉപദേശം അവിടെ ഉൾക്കൊള്ളുക ചെയ്തേക്കുന്നത്. ഇന്ന് നോക്കുകയാണെങ്കിൽ ശതകോടികളുടെ ആസ്തികളുള്ള നിരവധി പേര്, അങ്ങനെയുള്ള പലരുമാണ് യൂണിയൻ തലത്തിൽ SNDP പലയിടത്തും SNDP മുന്നോട്ട് നയിക്കുന്നത്. ഓരോരോ യൂണിയനെടുത്ത് അറിയാം, അവരുടെയൊക്കെ തലപ്പത്തിരിക്കുന്നത് വളരെയധികം ധനശേഷി സമ്പത്തുള്ള ആൾക്കാരാണ്. അവർ സമൂഹത്തിൻ്റെ നട്ടലാണ് ഈ വ്യക്തികൾ. അങ്ങനൊരു വലിയൊരു കൂട്ടത്തെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. അത് ചെറിയൊരു കാര്യമല്ല. അതിനൊക്കെ ആ SNDP സ്ഥാപനകാലത്ത് തന്നെ ശ്രീനാരായണ ഗുരുദേവൻ കൊടുത്ത ഉപദേശങ്ങളുണ്ട്. അപ്പം സംഘടിച്ച് ശക്തരായി, വിദ്യ കൊണ്ട് പ്രബുദ്ധരായി, കൂട്ടത്തിൽ ധനശേഷി കൊണ്ടും കൂടെ ശക്തരായി. അങ്ങനെ വന്ന് കേരള ഭരണം വരെ ഇഴവ സമുദായത്തിൽപ്പെട്ടവർ കൈകാര്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് വന്നു. എന്താണ് ഇവിടെ വേണ്ടത്? ശരിക്കും പറഞ്ഞാൽ സാമൂഹികമായിട്ടുള്ള മുന്നേറ്റത്തിൽ മറ്റാർക്കും താഴെ പോകാതിരിക്കുക. അത് ഈഴവ സമുദായം എത്തി. പൗരോഹിത്യം നിരവധി പേരുണ്ട്. മുൻകാലങ്ങളിൽ നമ്പൂതിരിമാരാണ് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ധാരാളം പൂജ ചെയ്തിരുന്നത്. ഇന്ന് ദേവസ്വം ബോർഡിൻ്റെ അമ്പലങ്ങളിൽ നിരവധി ഈഴവർ പൂജ ചെയ്യുന്നുണ്ട്. അപ്പോൾ പൗരോഹിത്യ തലത്തിൽ അവരെത്തിക്കഴിഞ്ഞു, അധികാര തലത്തിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ പൗരോഹിത്യം എന്ന വിഭവം, അധികാരം എന്ന വിഭവം, മൂന്നാമതായിട്ട് സമ്പത്ത് എന്ന വിഭവം, അതായത് കച്ചവടം, ഇത് മൂന്നിലും അവർ അവരുടെ മുദ്ര പതിപ്പിച്ചു കഴിഞ്ഞു. ആ ലെവലിൽ അവർ വളർന്നു. ഇന്നത്തെ സാമൂഹ്യ നവോത്ഥാനത്തിൻ്റെ ബാക്കിയാണ്. മന്നത്ത് പത്മനാഭനാണെങ്കിൽ അന്നത്തെ കാലത്ത് ജന്മികളായിരുന്ന നായർ സമുദായക്കാർക്ക് അവർ ഞങ്ങൾ ഇത്രയും പഠിക്കണോ, സ്കൂളിലൊക്കെ കോളേജിലൊക്കെ പോകണോ എന്നൊക്കെ സന്ദേഹമുള്ള ധാരാളം പേരുണ്ടായിരുന്നു. കാരണം ജന്മിത്വം കൊണ്ട് ധാരാളം സ്വത്ത് കിടക്കുന്നു, പ്രത്യേകിച്ച് ഒരാളുടെ കീഴിൽ ജോലിക്ക് പോകാൻ പാടില്ല എന്നൊക്കെയുള്ള ഡംഭും അങ്ങനത്തെ വിചാരമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറ്റിച്ചെടുത്ത് അന്നത്തെ ചെറുപ്പക്കാരെ കൊണ്ട് പണിയെടുക്കണം, തൊഴിൽ ചെയ്യണം, ശമ്പളം മേടിക്കുന്ന തെറ്റൊന്നുമില്ല എന്നൊക്കെയുള്ള ചിന്തകൾ കൊടുത്ത അദ്ദേഹമാണ്. ഓരോരോ നവോത്ഥാന നായകരും, അത് അയ്യങ്കാളി ആവട്ടെ, മന്നത്ത് പത്മനാഭനാവട്ടെ, ചട്ടമ്പിസ്വാമിനാവട്ടെ, ശ്രീനാരായണ ഗുരുദേവനാവട്ടെ, കുമാരനാശാനാവട്ടെ, അവരുടെ സമൂഹങ്ങളിൽ വ്യക്തമായിട്ട് ശക്തി പകർന്നു കൊടുത്തു.